കുഴപ്പമില്ലടാ, വെടിയും തന്നെ ആയിട്ടാ എനിക്ക് എന്ത് കുഴപ്പം, വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവളെ ഈ കരിങ്കല്ലായിട്ട് അങ്ങനെയൊക്കെ ദേഷ്യം വരാം. ഒരു ദേഷ്യം ഇപ്പൊ സന്തോഷമുണ്ട്. ഞാൻ പിൻ ചെയ്തിരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്നേരം ഞാൻ പിൻ ചെയ്തിരുന്നു. വെടി എന്ന് പറഞ്ഞാൽ അത് പിൻ ചെയ്ത് വെക്കും ഇത്രേ, എന്താ മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഷെഫീന ബീബി കുറെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടേ കുറെ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം മാത്രമുള്ളൂ എന്നൊക്കെ പറയുന്നത്. എന്തുവാടെ ഇതൊക്കെ? സ്വാഭാവികമായിട്ട് നമ്മൾ ആരെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ സഞ്ചരിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇവിടെ അത് പിൻ ചെയ്ത് വെക്കും പോലും. പിന്നെ എന്തിനാണ് ചില ആളുകൾ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് റീലെടുത്ത് ചെയ്യുന്നേ? എന്താടാ? കഴിഞ്ഞില്ല. ഇവിടെ കിച്ചു വീട്ടിൽ വന്ന് ഋതപ്പനെ കൊണ്ടുപോയിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നല്ലോ. തുടക്കത്തിൽ അവനൊരു സങ്കടം ഉണ്ടായിരുന്നു, പിന്നെ സന്തോഷമായി. അത് കഴിഞ്ഞ് റെണസുന വേറെ ദിവസം മറ്റൊരു വീഡിയോ ഇട്ടു ഋതപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ വെക്കുന്നത്. അതിൽ ചെക്കനൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ കമന്റ് വരുന്ന ആളുകൾക്കൊക്കെ തെറി വിളിച്ചിരുന്നത് നമ്മൾ കണ്ടതാന്നുള്ളതാണ്. ഇപ്പൊ ഇതാ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ റെണസുന പറയുന്നു, കേൾക്ക് നിങ്ങള്. എന്നെ വിളിച്ചു, ഒരു ഉച്ചയൊക്കെ വിളിച്ചു. അമ്മ ഞാനിപ്പോ ഈ നമ്പർ കണ്ടപ്പോ എനിക്ക് മനസ്സിലാവണം, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ഇടാം. നമ്പർ സേവ്ഡ് അല്ല, വാട്സപ്പിൽ മാത്രം സേവ്ഡ് ഉള്ളത്. അതെന്താ പരിപാടി മനസ്സിലായില്ല? ഫോണിൽ ഒരു വട്ടല്ലേ സേവ് ചെയ്യുക, വാട്സപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളിൽ സേവ് ആവൂല. എനിക്കറിയില്ല, അത് പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്താന്നറിയില്ല. എന്തായാലും മക്കളുടെ നമ്പർ മൊബൈൽ ഫോണിൽ സേവ് അല്ലെങ്കിൽ ആ മക്കളോടുള്ള സ്നേഹത്തെ കുറിച്ചിട്ട് പിന്നെ ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ലല്ലോ. ബാക്കി ഹലോ, എന്താ വെച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ടത് പുറത്ത് പോയിക്കോട്ടെ ഇറതപ്പോ. ഞാൻ പിന്നെ പോയിക്കോ, നിന്റെ അനിയല്ലേ നീ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകും. അമ്മ എപ്പോഴാണ് വരിക? ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു പ്രമോഷന് ഭാഗമായിട്ട് നിൽക്കുക, ഞാൻ വരാം, ഉച്ച കഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. പപ്പനോട് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞത് എന്താന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് നീ ഇപ്പൊ ഒന്ന് കണ്ടില്ലേ, അങ്ങനെ പൊക്കോ എന്നാണ് പപ്പ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഓരോ മിനിറ്റിലും നിങ്ങളുടെ ചാച്ചി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അത്രേ, കുട്ടികളായിട്ട് കറങ്ങാൻ പോയത്. അതും ആ വീഡിയോന്റെ അവസാനം കിച്ചു പറയുന്നുണ്ട്. കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളാൻ പറഞ്ഞ, അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള, ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. കിച്ചു വിളിക്കുന്നു, രണസുനയോട് സംസാരിക്കുന്നു. രണസുന കാര്യം മനസ്സിലായി, ഇത് റീലോ അല്ലെങ്കിൽ വല്ല വീഡിയോ ആവാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. തടി തപ്പാൻ വേണ്ടിയിട്ട് കൊണ്ടുപൊക്കോടാ, നിന്റെ അനുജനല്ലടാ എന്ന് പറഞ്ഞെന്നാ പറയുന്നത്. ഇനി കിച്ചുവിന്റെ റെക്കോർഡ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെങ്ങാനും പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ സത്യം മനസ്സിലാവും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മുഖഭാവത്തിൽ തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്നെ കിച്ചുവേ അമ്മ തന്നെ എന്നെ വിളിച്ചമ്മ, ഞാനിങ്ങനെ കൊണ്ടുപോകാം. ശരി അമ്മ തന്നെ എന്നെ വിളിച്ച്. ഇതൊക്കെ ഞങ്ങളോട് ഇപ്പൊ എന്തിനാണ് ഇത്ര ഇതായിട്ട് പറയേണ്ട കാര്യമുള്ളത്? ഫോൺ നമ്പർ സേവ് അല്ല കേട്ടോ. ആ കിച്ചുവേ പറ മോനെ, നമ്പർ സേവ് ഒന്നല്ല, കാണാപ്പാട് അറിയാന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണാപ്പാട് അറിയുന്നുള്ളത്. എന്തായാലും ആവട്ടെ, അമ്മ എന്ന് തന്നെയാ വിളിച്ചത്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം പോലെ ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കൊന്നും ഈ രേണു സുധുവോ അല്ലെങ്കിൽ കിച്ചുവോ അല്ലെങ്കിൽ ഈ ഋതപ്പനോ തമ്മിൽ തല്ലണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. നമ്മൾ ആഗ്രഹം എല്ലാവരും ഒരുമിച്ച് നല്ലപോലെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. പക്ഷെ അതിനിടയിൽ രണസുനയുടെ ഈ കോപ്രായത്തരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് വെറുപ്പ്, വേറെ ഒരു വെറുപ്പുമില്ല. ഒരു ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എത്ര സ്നേഹം കിട്ടും ആളുടെ കയ്യിൽ നിന്ന്, അല്ല ആളുകളുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ അതൊന്നല്ലേ, ഇതിങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പിന്നീന്ന് കുത്തുക. അതേപോലെ കിച്ചു കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ എന്തൊക്കെയാണെന്ന് രണസുന പറഞ്ഞെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. ബാക്കി സാധാരണ എല്ലാവരും ഒരു ദേഷ്യമൊക്കെ മനസ്സിലാക്കിയിട്ട്, എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അങ്ങനെ ദേഷ്യവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. ദേഷ്യം പകൊന്നും വെച്ചെടുക്കുന്ന ആളല്ലേ. കിച്ചു ആ വീഡിയോ ചെയ്തതിന് ശേഷം രണസുന കൊടുത്തൊരു ബൈറ്റാണ്, ഒന്ന് കേൾക്കണം കേട്ടോ. എത്രത്തോളം സ്നേഹം മനസ്സിൽ കിടന്ന് തുളുമ്പിയിരുന്നു എന്നുള്ളത്. ഒരിക്കലും ദേഷ്യമില്ല കേട്ടോക്കെ. ചേച്ചി കിച്ചുനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സമയത്ത് ഈ ഒരു കാര്യം, ഈ വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ? ഞാൻ വിളിച്ചിട്ടില്ല. കാരണം അതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ സംസാരിച്ചതല്ലേ, വീഡിയോ കോൾ ചെയ്തതല്ലേ. പെട്ടെന്ന് ഒരു വ്യക്തി മാറി സംസാരിക്കാന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യും. പിന്നെ അവരെ വിളിച്ച് ഇളക്കി ഇതെന്താണെന്ന് ചോദിക്കണ്ടേ? ഞാൻ ഇന്ന് വരെ പിന്നെ വിളിച്ചിട്ടില്ല.
ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരൊരു 100 വിളി വിളിച്ച് അവൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിളിച്ചാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനായിട്ടൊന്നും പറഞ്ഞോ, ഞാനായിട്ട് പിണങ്ങിയോ, ആരോടും പിണങ്ങിപ്പോയിട്ടില്ല. എന്തൊരു സ്നേഹമെന്നറിയോ. പിണങ്ങി പോയപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് വിളിച്ചതുപോലെയാണ് ഇപ്പൊ ഇന്നലെ കൊടുത്ത ഇന്റർവ്യൂ എന്നല്ല, എന്തൊക്കെയോ ബൈറ്റ് എന്നൊക്കെ പറയുന്നവര് ഒരു വീഡിയോ 150 കഷ്ണാക്കിയിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാട്ടോ നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഇവരുടെ അലമാരയിൽ എടുത്തു വെച്ച വീഡിയോസ് ഒന്നല്ല നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കുക, ഇവർ പണ്ട് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ. നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. ഇവർ പറഞ്ഞത് കേട്ടില്ലേ, കിച്ചുവിനോട് അത്ര സ്നേഹമാണ് എന്നുള്ളത്. ഇപ്പൊ കണ്ടല്ലോ പഴയ വീഡിയോ, ഇനി പുതിയ വീഡിയോ. കിച്ചു റിതപ്പനെ കൊണ്ടുപോയി, വൺ ഡേ ടൂർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്ന വൺ ഡേ ടൂർ വിത്ത് റിതപ്പൻ എന്നൊക്കെ കൊടുത്തിട്ടായിട്ടിരിക്കുന്നത്, അങ്ങനെ എന്തോ. ഓക്കെ, എനിവേ, പിന്നെ അതില് റിതപ്പൻ ഹാപ്പിയാണോ? ഭയങ്കര ഇഷ്ടം. അവൻ ഋതപ്പനെ സംബന്ധിച്ചാണ് എൻ്റെ കുഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചു ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമാണ് കിച്ചു. എനിക്കറിയാം. കാരണം അവൻ്റെ ഒരേ ഒരു രക്തബന്ധത്തിലുള്ള ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മക്കളാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. ലെബനോനും കൂടിയാണ്. അവൻ ജീവനാണ്. സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും എൻ്റെ സുചേട്ടൻ്റെ അത് ഒരു ബ്ലഡ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നി. സുചേട്ടൻ അങ്ങനെ തന്നെ ചത്തിയുള്ള സഹോദരങ്ങളെന്ന് വെച്ചാൽ എനിക്കറിയാതെ. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് ഒന്നും കുറ്റം പറയില്ല. കാരണം കൃത്യമായിട്ട് ഋതപ്പന്റെ സന്തോഷം നമ്മൾ കണ്ടതാണ്. അവൻ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് പോലെ എനിക്ക് തോന്നി. ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെയാണ് കിച്ചനോട് പെരുമാറുന്നത്. പക്ഷെ അതേ സ്നേഹപ്രകടനങ്ങളൊന്നും രണസുനയുടെ വീഡിയോയിൽ കാണുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണസുന ഒരു സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്കുള്ള ഓട്ടാണ്. വാർക്കപ്പണിയുടെ കഥയല്ല കേട്ടാ പറഞ്ഞിട്ടുള്ളത്. റീൽസ്, ആൽബംസ്, ഷോർട്ട് ഫിലിംസ് ഭയങ്കര തിരക്കാ. എന്റെ ഋതപ്പനെ, എന്റെ കിച്ചു മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ബിഗ് ബോസിൽ കരഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലേ. ബിഗ് ലൂസിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് എങ്ങോട്ടാ, ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. ഫുള്ള് ഷൂട്ടായിരുന്നു. ആ പയ്യന്റെ കൂടെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. വല്ലപ്പോഴും സംഭവിക്കുന്നതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതിപ്പോ കിച്ചു ആ വീട്ടിൽ വന്നത് കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഋതപ്പനും കിച്ചുവും തമ്മിൽ നല്ല ബോണ്ടായിരിക്കും. കാരണം നിങ്ങൾ മധുവിധം ആഘോഷിക്കുന്ന സമയത്ത് ഈ ചെക്കൻ റൂമിൽ ഇരുന്നിട്ട് ആകെ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചിരിക്കുകയായിരുന്നല്ലേ. അപ്പൊ ഇവന്റെ മടിയിലാണ് ഈ പയ്യനെ കൊണ്ടേ വെച്ച് കൊടുത്തിരുന്നത്. അപ്പൊ അവര് തമ്മിൽ ഭയങ്കര ബോണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കെങ്കിലും ആ ഒരു ചെക്കന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വീഡിയോ എങ്കിലും നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ. കാരണം അത്രമാത്രം നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഓരോ ഷോർട്ട് ഫിലിമിന്റെയും പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കിച്ചുവിന്റെ വീഡിയോയിൽ ഈ പയ്യനെ കണ്ടപ്പോൾ, പയ്യന്റെ ശരീരം കണ്ടപ്പോൾ ആകെ സങ്കടം തോന്നി എല്ലാവർക്കും. അത് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഈ പയ്യൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾ എന്താ ചെയ്തോ. പക്ഷെ ഇത്തരം വീഡിയോസിൽ ഈ പയ്യൻ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഋതപ്പനും കിച്ചുവും നല്ല ബോണ്ടാണ്. അത് വേറെ എവിടെയും കാണാനുമില്ല. വീഡിയോയിലെ ഋതപ്പൻ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്ന് ആൾക്കാര് കാണുന്നവര് പറയുന്നുണ്ട്. ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. അല്ല, ഇതിനു മുന്നേ കുഞ്ഞിനറിയാം എന്തോ പ്രശ്നം നടക്കുന്ന അറിയാം. അവൻ ചോദിക്കത്തില്ല. പക്ഷെ അവന് ഓർത്ത് കാണും, ദൈവമേ അമ്മ ഇനി വഴക്ക് പറയുമോ പോയാൽ, അങ്ങനെ കുഞ്ഞിനറിയില്ല. അല്ല, പറയുന്നുണ്ട് രേണു എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഋതപ്പന്റെ അടുത്ത്, അങ്ങനെ എന്തെങ്കിലും. രേണു എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ എന്റെ മകനല്ലേ അത്, ഞാൻ പറഞ്ഞു വെക്കട്ടെ. അതിനെന്താണ് പറഞ്ഞു വെച്ചാൽ ആൾക്കാർക്ക് എന്താ കുഴപ്പം. എന്റെ മകനോട് ഞാൻ പറയും, ചിലപ്പോൾ പറയാതിരിക്കും. അതെന്റെ ഇഷ്ടമല്ലേ. അന്നെന്തിനാ നാട്ടുകാർ ഇടപെടുന്നത്? അപ്പൊ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഡൗട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. ആ പയ്യനോട് കിച്ചുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ കാറിൽ കയറിയ സമയത്ത് ആ ചെക്കന് അത്ര സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ മുന്നത്തെ വീഡിയോസിലൊക്കെ പയ്യൻ നല്ല ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഋതപ്പൻ കിച്ചു വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ കാറിൽ ഇരുന്നിട്ടൊന്നും അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ലുലുവിലേക്ക് എത്തുന്ന സമയം തൊട്ടാണ് പയ്യന് ഒരു സന്തോഷം വന്നിട്ടുള്ളത്. അത് ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോ അല്ലേ. അപ്പൊ ആ പയ്യന് പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പേടിച്ച് നിർത്തിയതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഇത് ഒരു സൈഡിലൂടെ പണി കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പൊട്ടിച്ചിരിക്കുക. എന്ത് സംഭവം. അവര് ഭയങ്കര ബോണ്ടാണെന്ന് പറയുമ്പോൾ പയ്യന് ഞാൻ ചിലപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ വാക്കിൽ തന്നെ ഉണ്ട്. ആ മുഖഭാവം മാറുമ്പോ തന്നെ മനസ്സിലാക്കിക്കൂടെ. എന്തത് ഇങ്ങനെ. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നന്നായി, രണസുന ഭയങ്കര ഡീസന്റ് ആയി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അടുത്ത ഡയലോഗ് ഇതാണ്, വെറുപ്പിക്കുന്ന ഡയലോഗ്. ഞാൻ പലതും പറഞ്ഞു കൊടുക്കില്ലേ എന്നുള്ളത്. ഋതപ്പന് അന്ന് പോയിട്ട് വന്നതിന് ശേഷം വളരെ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. എന്തെങ്കിലും പറഞ്ഞല്ലോ, പിച്ചിച്ചട്ടായി വന്നു, പിച്ചിച്ചട്ടായി എനിക്ക് ചിക്കിങ് മേടിച്ചു തന്നു. ചിക്കിങ് എന്നാ പറയുന്നത്, ചിക്കിങ് മേടിച്ചു തന്നു. കുറെ സാധനത്തിലൊക്കെ കറക്കി. ഞാൻ വ്ലോഗ് കണ്ടു. എന്താ കാണാത്ത, മനഃപൂർവ്വമാണോ? ഇല്ല, ഞാനൊന്നും കാണാറില്ല. ആരുടെ ഒന്നും കാണാറില്ല. അല്ല, എന്നാലും സ്വന്തം മകനല്ലേ കിച്ചുവും പിന്നെ ഋതപ്പനും. എന്റെ കണ്ണിൽ വന്നാലേ ഞാൻ കാണത്തുള്ളൂ. അല്ല, ഋതപ്പൻ എന്നാലും പുറത്തു പോയിട്ട് എങ്ങനെ എൻജോയ് ചെയ്തു? ഒരു അമ്മയ്ക്ക് എങ്ങനെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവില്ല? ആഗ്രഹം എന്താണ് കേട്ടോ, എനിക്കറിയാം. അവൻ സന്തോഷിച്ചല്ലോ. എനിക്കിത് കണ്ട് ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല. സന്തോഷം. മക്കളോടുള്ള സ്നേഹമാണ് ഇപ്പൊ കണ്ടത്. എനിക്കിത് കണ്ണിൽ കണ്ടാൽ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോന്റെ അവസാനം കൃത്യമായി പറയുന്നുണ്ട്,
ഓരോ മിനിറ്റിലും ചാച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര. എവിടെ കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഇടയിൽ താങ്കളുടെ ഡാഡ് തങ്കപ്പൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ കണ്ടല്ലോ, നീ പൊക്കോ എന്നാ പറയുന്നത്. കൃത്യമായിട്ട് അവൻ അത് പറഞ്ഞിട്ടുണ്ട്. രണസുന കണ്ടിട്ടുണ്ടാവും, മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും പറയുന്നത് ഞാൻ ആരും വീഡിയോ കാണാറില്ല എന്നുള്ളത്. എന്നിട്ടാണ് ഡാനി സത്യന്റെ അതുലിന്റെ ഒക്കെ വീടിന്റെ അടി വന്നൊരു കമന്റ് ഇടുന്നത്. അല്ല, അതൊക്കെ ചിലപ്പോൾ ആളുകൾ നിർത്തിയിട്ടുണ്ടാവും അല്ലേ, പേജ് കൈകാര്യം ചെയ്യാം. ഒരു പേജ് പോയത് ഓർമ്മയില്ലേ? എന്തുവാടെ ഇത്, നുണകൾ കൊണ്ട് കൂമ്പാരം കൂട്ടി. അതിന്റെ മോള് കസേരട്ട് ഇരിക്കുകയാണ് ഇവള്, വേറെ ഒന്നുമില്ല. നീ ഇടയ്ക്ക് വരട്ടെ, കൊച്ചിനെ കാണട്ടെ, അവന്റെ വീടാണ്. അവനെപ്പം ഇടയ്ക്കെന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ പറഞ്ഞല്ലേ, എപ്പം വേണേലും വരട്ടെ, എപ്പം വേണേലും അനിയനെ കാണട്ടെ, സന്തോഷമുണ്ട്. ഒരു ദിവസം കിച്ചു വന്നിട്ട് രേണുമ്മ ഞാനിനി ഇവിടെ നിൽക്കുകയാണ്, ഇതെന്റെ വീടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു റിയാക്ഷൻ എന്തായിരുന്നു? സന്തോഷമല്ല, അവനവിടെ നിൽക്കട്ടെ. എനിക്ക് ഏറ്റവും വളരെ സന്തോഷമായിരിക്കും അന്നത്തെ അല്ലേ ആ ഒരു ദിവസം. എനിക്ക് കിച്ചു എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന, എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടിലല്ല, കിച്ചുവിന്റെ വീട്ടിലും ഋതപ്പന്റെ വീട്ടിലും വന്നിരിക്കുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ചെക്കപ്പാടെ വന്ന് നിൽക്കും. കാരണം അമ്മ അതിൽ ചെയ്താണ് ചെക്കനോട് ചെയ്തെന്ന് ചെക്കൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ വല്ലപ്പോഴും വന്ന് കുട്ടീനെ കണ്ടു പോകാനാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വലിയ പണി കിട്ടും എന്നുള്ളതാ. അവനെങ്ങാനും അവിടെ നിരന്തരം തങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൻ നോ എന്ന് പറയാൻ അറിയാത്തൊരു പയ്യനാന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെക്കനെ കൺവിൻസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇൻഷുറൻസ് തുകയൊക്കെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ ഏറെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ പോവായിരിക്കും നല്ലത്. ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് കിച്ചു ഇപ്പം വിളിക്കാത്തതിലും വരാത്തതിലൊക്കെ. അങ്ങനെ വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അവന്റെ ഇഷ്ടമാണ് വിളിക്കാൻ വിളിച്ചല്ലോ. ടൈം ഉണ്ടായിരുന്നു, സമയമില്ലല്ലോ, എനിക്കുമില്ല അവനില്ല. വല്ലാത്തൊരു മമ്മിജി തന്നെ, വല്ലാത്തൊരു മമ്മിജി. കിച്ചുവിനെ വിളിക്കാറില്ല, വിളിക്കേണ്ട ആവശ്യമില്ല, അവൻ വേണമെങ്കിൽ വിളിച്ചാൽ മതി. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, അവരുടെ സ്നേഹം മനസ്സിലാക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. എന്താണത് ഇങ്ങനെ കുറെ പൊട്ടത്തരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ പ്രധാനമായി പറയേണ്ടത്, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് രണസിനെ കൊണ്ട് നടക്കുന്ന 8 യൂട്യൂബർമാരുണ്ടെന്നാണുള്ള കണക്ക്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ കൊനിഷ്ടാന്നുള്ളതാണ്. ഇപ്പൊ രണസുനൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഒരുപാട് ആളുകൾ ആൽബംസ്, അപരാധ ആൽബംസ് ഇറക്കുന്ന ആളുകളുണ്ട്, റീൽസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊന്നും ഈ റീൽസും ആൽബം കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാറില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവരും രണസുനയെ പോലെ തന്നെ ഏറി പോകുമായിരുന്നു. അവരവരുടെ വർക്ക് ചെയ്യുന്ന നൈസായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷെ രണസുന അങ്ങനെയല്ല. രണസുന എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുത്ത് പൊട്ടത്തരം വിളമ്പിയിട്ടാണ് ഈ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊന്നും മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പൊ ആളുകൾക്ക് വെറുത്തു തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പൊ ആള് ഭയങ്കര ഹീറ്റാണ്, ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുക, തെറി വിളിക്കുക, ആ ഒരു ട്രാക്കിലേക്ക് മാറിയിട്ടുണ്ട്. ആ വല്ലാത്ത കൊഞ്ഞലം കുത്തലിൽ നിന്ന് ചെറുതായിട്ട് മാറിയിട്ട് ഇമ്മാതിരി ഊളത്തരങ്ങളിലേക്കാണ് കടന്നു പോയിട്ടുള്ളത്. അതൊന്നും കൂടാതെ റീൽസ് കുറഞ്ഞു, എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോയതിന്റെ സങ്കടത്തിൽ ഇപ്പൊ നെഞ്ചത്തടിച്ച് കരയുന്നതൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പറ, കിച്ചുവിന്റെ ഈ ഋതപ്പന്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? അത് കഴിഞ്ഞ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഋതപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു സാധനം. ഇതിൽ ഏതിലാണ് ചെക്കനെ സന്തോഷം എന്ന് ഒന്ന് കണ്ടു നോക്കി വരണം കേട്ടാ. പിന്നെ ഋതപ്പനും കിച്ചുവും നല്ല ബോണ്ടായിരിക്കും, രക്തം ഒന്ന് തന്നെയല്ലേ, അവരങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ തകർക്കാൻ പിന്നിലൂടെ കളിക്കുന്ന ആളുകൾ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നേ. നന്നായി കണ്ടാൽ മതി എന്ന് മാത്രം ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഈ വെറുപ്പിക്കൽ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ രണസുനക്ക് സപ്പോർട്ട് കിട്ടും അല്ലെ. ഇപ്പൊ ഷെഫീന ബീവി ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്കൗട്ട് പോയി കിട്ടി. അതെന്താ, ദുബായിലത്തെ കേസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ശമനമുണ്ട്, ആ ഒരു പരിപാടി ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഈ മണഗുണാഞ്ചന്മാർക്ക് മറുപടി കൊടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ രണസുനയുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് നിലനിൽക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്ത് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതെ പോയാൽ തന്നെ രക്ഷപ്പെട്ട്. പിന്നെ പേഴ്സണൽ ലൈഫ്, വീട്ടിലത്തെ കാര്യങ്ങൾ, കാലങ്ങളായി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നേറി പോകുന്നത്. നിങ്ങൾ ഈ വീട്ടിലത്തെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് വിളിച്ച് പറയാതെ തന്നെ മുന്നോട്ട് പോയിക്കൂടെ? വർക്കിനെ കുറിച്ച് പറഞ്ഞുകൂടെ? വർക്കിനെ കുറിച്ച് ഒന്നും പറയാറില്ല എന്ന് ഓരോ പ്രോഗ്രാമിന്റെ ആളുകൾ, ആൽബം ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്. ഇതിനെ കുറിച്ചിട്ട് ഒന്നും അവർ പറയാറില്ല. അവരുടെ വള, മാല, എന്റെ കാലിന്റെ വയറ്, ഇതിനൊക്കെ ആരാധകരുണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചാൽ തന്നെ രണസുനക്ക് നല്ല ഇമേജ് ഉണ്ടാവും. എന്തായാലും വെറുത്ത് പണ്ടാര പറഞ്ഞ ലെവലിലേക്ക് ആൾക്കാർ മാറിയിട്ടുണ്ട്. ഒരു നല്ല കമന്റ് ഇൻസ്റ്റാഗ്രാമിലും ഇല്ല, ഫേസ്ബുക്ക് പോയത് കൊണ്ട് ഇപ്പൊ അതിൽ കാണാനും ഇല്ല, യൂട്യൂബിൽ അച്ഛ വീഡിയോ ഇടാറുമില്ല. എന്തായാലും സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്ന ഈ ആൽബം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വർക്കുകൾ കിട്ടാനുള്ള സാധ്യത 90% കുറവാണെന്നാ. കാരണം അത്രമാത്രം ആളുകൾക്ക് ആ മേക്കിംഗ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളി. ഞാൻ കിടന്നുറങ്ങട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.